ഹലോ. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ഷെഫിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിഷ് സോസേജ് വെച്ചിട്ടുള്ള നല്ല കിടിലൻ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്, വേപ്പില, അതുപോലെ പച്ചമുളക്, തക്കാളി, സവാള എല്ലാം നന്നായി അരിഞ്ഞെടുത്തതുണ്ട്. പിന്നെ നമ്മൾ സോസേജ് ചെറുതായി അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മളിവിടെ നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടായി വന്ന് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഒരു ചെറിയ സ്പൂണിൽ കൊള്ളാവുന്നത്ര കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. സവാള ഒന്ന് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സവാള വഴഞ്ഞ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നല്ലപോലെ ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമ്മൾ ഇളക്കി എടുക്കുക. ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ കറിവേപ്പില, കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് അതിൻ്റെ കൂടെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ബ്രൗൺ നിറം ആവുന്നത് വരെ ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, പിന്നെ മസാലപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ചും കൂടി സ്പൈസി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റെപ്പ് നമുക്ക് ഓപ്ഷനിലാണ്, കാരണം കുറച്ചും കൂടി സ്പൈസി വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രം കുറച്ച് കുരുമുളക് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാത്തവർക്ക് നേരത്തെ പറഞ്ഞ പൊടികൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് പൊടികളെല്ലാം നല്ലോണം മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. തക്കാളി ഒന്ന് വഴണ്ട് വരുന്നത് വരെ നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഒന്ന് വേവിക്കാൻ വയ്ക്കുക. അത് നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സോസേജ് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. സോസേജ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മുടെ ഗ്രേവി നല്ല ഒരു തിക്ക് പരിവാകുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പം ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. അത് തിളച്ച് വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യുക. നമുക്ക് നല്ല ചൂട് സോസേജ് ഇവിടെ റെഡിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു ബിഗിനറാണ്. ഞങ്ങൾക്ക് ഇത്ര അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും. കാരണം ഒരു ബിഗിനറിനെ സംബന്ധിച്ച് പല പരീക്ഷണങ്ങളും പാളിപ്പോവും. ചിലപ്പോൾ അടിപൊളി സക്സസ് ആയിരിക്കും. പക്ഷേ ഇത് ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിരുന്നു. കഴിച്ചിട്ട് എല്ലാവരും നല്ല അടിപൊളി അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഡിഷ് റെഡി. ഓക്കെ.